വെൽക്കം ടു ഫത്തസ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രോൺസ് റെസിപ്പിയാണ്. കോക്കനട്ട് പ്രോൺസ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പിയിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ഈ പ്രോൺസ് ഫ്രൈനെ വളരെ ടേസ്റ്റി ആക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 250 ഗ്രാം പ്രോൺസ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എനിക്കൊന്നും തല ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉമ്മ തലയൊന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യുന്നില്ല, അപ്പം തന്നെ കുക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് നമ്മളുടെ പ്രോൺസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നിരത്തി വെച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഒരു ചെറിയ പീസും പിന്നെ ഗാർലിക് 4 അല്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ക്രഷ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളെ പ്രോൺസിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളാ കോക്കനട്ട് ഓയിൽ ഫ്രീസായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിലെന്തായാലും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം, എന്നാലേ ആ ഫ്ലേവറും ആ ടേസ്റ്റും വരുള്ളൂ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നോർമൽ ഫ്രൈനേയും കാട്ടിയും കുറച്ചും കൂടെ ഓയിൽ കുറവാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3 ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ആക്കിയതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചില്ലി ഫ്ലേക്സും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായി ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കോക്കനട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് കോക്കനട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പ്രോൺസിലുള്ള മസാല നന്നായി കോക്കനട്ടിലും പിടിക്കണം. ഈ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളെ നോർമൽ ഫ്രൈനേയും കാട്ടിയും കുറച്ചും കൂടെ ടേസ്റ്റ് വരുത്തുന്നത്. ഇനി 1 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ നമ്മൾ പ്രോൺസ് ഫ്രൈ റെഡിയാവും. അപ്പോൾ നമ്മളുടെ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ ചുമ്മാ പറയാമല്ല, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.